സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാവർക്കർമാർ നടത്തുന്ന അനിശ്ചിതകാല സമരം 13ാം ദിവസത്തിലേക്ക്. ആശാവർക്കർമാർക്ക് പരസ്യ പിന്തുണയുമായി കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തിയതോടെ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനൊരുങ്ങുകയാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. അതേസമയം സമരത്തിന് CPI അടക്കം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതോടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചേക്കുമെന്ന പ്രതീക്ഷയിലാണിവർ. ഗോപാൽ ശിലാസനൽ വിവരങ്ങൾ നൽകും. ഗോപാൽ, ഇപ്പോൾ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ സമരക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവിടെ എത്തിയിരിക്കുകയാണോ? ഇപ്പോൾ കോൺഗ്രസ് നേതാവും MLA-യുമായിട്ടുള്ള രമേശ് ചെന്നിത്തലയും തിരുവനന്തപുരം DCC പ്രസിഡന്റായിട്ടുള്ള പാലോട് രവിയുമാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. കൂട്ടത്തിൽ കുറച്ച് തിരുവനന്തപുരത്ത് പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുമുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെയാണ് വലിയ പിന്തുണയാണ് രാഷ്ട്രീയ മേഖലയിൽ നിന്നും സാംസ്കാരിക മേഖലയിൽ നിന്നുമെല്ലാം തന്നെ ഈ ആശാവർക്കർമാരുടെ സമരത്തിന് ലഭിക്കുന്നത്. ഇന്ന് 13ാം ദിവസമാണ് ഈ സമരം ഇവിടെ പുരോഗമിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ആശമാരുടെ ഓണറേറിയം 7,000 രൂപയിൽ നിന്നും 21,000 രൂപയായി വർദ്ധിപ്പിക്കുക, ആശമാർക്ക് വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകുക, ആശമാരുടെ ഓണറേറിയത്തിന് മുഴുവൻ മാനദണ്ഡങ്ങളും പിൻവലിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, കോൺഗ്രസ് പരസ്യ പിന്തുണയാണ് ഇത് നൽകിയിരിക്കുന്നത്. ഇത് 2ാം തവണയാണ് രമേശ് ചെന്നിത്തല ഈ സമരപ്പന്തലിലേക്ക് എത്തുന്നത്. ഈ സമരം 2 ആഴ്ച മുമ്പ്, അതായത് കൃത്യമായി പറഞ്ഞാൽ ഈ സമരം തുടങ്ങിയ ദിവസം രമേശ് ചെന്നിത്തല ഒരു തവണ ഈ സമരപ്പന്തലിലേക്ക് വന്നിരുന്നു. പിന്നാലെ പ്രതിപക്ഷ നേതാവ് എത്തി. അതിനോടൊപ്പം തന്നെ ഇന്നലെ വൈകുന്നേരം KPC പ്രസിഡന്റായിട്ടുള്ള K സുധാകരൻ എത്തിയവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഇന്നലെ രാത്രിയിൽ മഹിളാ കോൺഗ്രസ് വലിയ രീതിയിലുള്ളൊരു സമരം ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് സംഘടിപ്പിച്ചു. ആ സമരം സംഘർഷത്തിലേക്ക് അടക്കം കലാശിച്ചു. അത്തരത്തിൽ കോൺഗ്രസിന്റെയും പ്രതിപക്ഷ പാർട്ടികളുടെയും വലിയ പിന്തുണ ഈ സമരത്തിന് ലഭിക്കുന്നുണ്ട്. കൂടാതെ തന്നെ CPI ഈ സമരത്തിന് പരസ്യമായി പിന്തുണ അർപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. CPI പറഞ്ഞത് എത്രയും വേഗം ഈ സമരം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ്. കാരണം പലരും ഈ സമരത്തെ രാഷ്ട്രീയമായി മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് വഴി വെക്കരുത് എന്നുള്ള ഒരു സൂചന, അല്ലെങ്കിൽ അത്തരത്തിലേക്കൊരു കാര്യം കൂടി CPI സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് വിശ്വം മുന്നോട്ട് വെച്ചിരുന്നു. അത്തരത്തിൽ എല്ലാ മേഖലകളിൽ നിന്നും പിന്തുണ ഉണ്ടാകുമ്പോൾ ഓരോ ദിവസവും സമരം അതിൻ്റെ ഉന്നതിയിലേക്ക്, അല്ലെങ്കിൽ കൂടുതൽ ശക്തിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ തന്നെ സമരം മുന്നോട്ട് പോകും എന്നാണ് അവർ അറിയിക്കുന്നത്. പക്ഷേ അപ്പോഴും ആശാ വർക്കർമാർ പറയുന്ന കാര്യം, തങ്ങൾ രാഷ്ട്രീയപരമായല്ല ഈ സമരത്തെ സമീപിക്കുന്നത്. എല്ലാ തരത്തിലുമുള്ള പിന്തുണകൾ തങ്ങൾ ഈ സമരത്തിൽ സ്വീകരിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇതിന് പിന്നിൽ രാഷ്ട്രീയമില്ല. ആശാവർക്കർമാർ എന്ന ഒരൊറ്റ സമൂഹത്തിന്റെ നേതൃത്വത്തിൽ മാത്രമാണ് ഈ സമരം നടക്കുന്നത്. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷനാണ് ഈ സമരം ഇവിടെ സംഘടിപ്പിക്കുന്നത്. അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ ചായ്വോ അല്ലെങ്കിൽ രാഷ്ട്രീയ മുതലെടുപ്പോ ഇതിന്റെ ഭാഗമായിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടി അവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. കാരണം പലയിടങ്ങളിൽ നിന്നും അത്തരത്തിലേക്ക് ആരോപണം ഉയർന്നു വന്നിരുന്നു. സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ ഇടപെടൽ കൂടി ഈ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ട് എന്ന്. എന്നാൽ അത്തരത്തിലൊരു ഇടപെടലോ അത്തരത്തിലൊരു സ്വാധീനമോ ഈ സമരത്തിലില്ല എന്നാണ് അവർ പറയുന്നത്. എന്തായാലും 13 ദിവസം ഇന്ന് ആയിരിക്കുന്നു. ഇന്ന് 13ാം ദിവസമാണ്. കഴിഞ്ഞ ദിവസം മഹാസംഗമം നടത്തി ഈ സംസ്ഥാനത്തെ മുഴുവൻ ആശമാരെയും തിരുവനന്തപുരത്തേക്ക് എത്തിച്ചുകൊണ്ടാണ് ഇവർ മഹാസംഗമം നടത്തിയത്. കൂടാതെ തന്നെ വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ പലതരത്തിലുള്ള സമര പരിപാടിയിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഇവർ പറയുന്നത്. കഴിഞ്ഞ ദിവസം 2 മാസത്തെ കുടിശ്ശികയും 1 മാസത്തെ ഓണറേറിയവും സർക്കാർ അനുവദിച്ചിരുന്നു. എന്നാൽ അത്തരത്തിലേക്കുള്ള ആ കുടിശ്ശികയും ഓണറേറിയയും അനുവദിച്ചത് കൊണ്ട് മാത്രം ഈ സമരം അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് കരുതേണ്ടതില്ല എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ രമേശ് ചെന്നിത്തല ഈ സമരത്തിന് അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. നമുക്ക് വാക്കുകളിലേക്ക് പോകാമെന്ന് തോന്നുന്നു. അദ്ദേഹം അതിരൂക്ഷമായ വിമർശനമാണ് സർക്കാരിനെതിരെ ഉന്നയിക്കുന്നത്. ആരോഗ്യമന്ത്രിയെ ഫോണിൽ വിളിച്ച് നിങ്ങളുമായി ചർച്ച നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. ആദ്യം ആരോഗ്യമന്ത്രി ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നിങ്ങളെ ചർച്ച ചെയ്യിപ്പിച്ചു. ഞാൻ വീണ്ടും ആരോഗ്യമന്ത്രിയെ വിളിച്ചു പറഞ്ഞു, ഉദ്യോഗസ്ഥന്മാരല്ല ചർച്ച ചെയ്യേണ്ടത്, മന്ത്രി തന്നെ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ മന്ത്രി തന്നെ നിങ്ങളെ ചർച്ച ചെയ്യും. ആ ചർച്ച പക്ഷെ ഒരു ഫലവും ഉണ്ടായില്ല. ആരോഗ്യമന്ത്രി എന്നെ വിളിച്ചു പിന്നെ പരാതി പറഞ്ഞു, നിങ്ങള് അവരുടെ കുട്ടിയുടെ മുട്ടായി വാങ്ങിക്കുന്ന കാശ് മതി ഞങ്ങൾക്ക് തരാണെന്ന് പറഞ്ഞു. ഏതായാലും അത് കഴിഞ്ഞാൽ ഞാൻ ധനകാര്യമന്ത്രിയുമായി സംസാരിച്ചു. കാരണം ഇത് ധനകാര്യ വകുപ്പാണ് ഈ കാര്യത്തിൽ നടപടി സ്വീകരിക്കേണ്ടത്. ഇവിടെ
PSC മെമ്പർമാർക്ക് ലക്ഷക്കണക്കിന് രൂപ മുൻകാല പ്രാബല്യത്തോടെ കൊടുത്ത ഈ ഗവൺമെന്റ് എന്തുകൊണ്ട് ആശാ വർക്കർമാർക്ക് ഒരല്പം കൂടി അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ തയ്യാറാകാത്തത്? എന്നിട്ട് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങിക്കുന്ന ഇവിടെയാണ്. കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. മാത്രമല്ല റിട്ടയർ ചെയ്ത് പോകുന്നവർ കൈയും വീശി പോകണം, ഒരു ആനുകൂല്യവും ഇല്ല. ഇതൊക്കെ സമൂഹത്തിൽ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമാണോ? ഗവൺമെന്റ് CPM-ന്റെയും ഇടതുമുന്നണിയുടെയും സർക്കാർ വക്കീലന്മാർക്ക് വാരിക്കോരി കൊടുത്തു. ഇപ്പോൾ വീണ്ടും എല്ലാവരുടെയും ആനുകൂല്യം വർദ്ധിപ്പിക്കുകയാണ്. പക്ഷേ ആശാ വർക്കർമാർക്ക് എന്തുകൊണ്ട് ഇത് കൊടുക്കുന്നില്ല? കോവിഡ് കാലത്ത് നമ്മളെ സംരക്ഷിക്കാൻ ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇവർ നടത്തിയ പ്രവർത്തനം നമുക്ക് വിസ്മരിക്കാൻ കഴിയുമോ? നമുക്ക് മറക്കാൻ കഴിയുമോ? നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ വന്ന് ഈ പാവപ്പെട്ട സ്ത്രീകൾ നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ നമുക്ക് വിസ്മരിക്കാൻ കഴിയുമോ? മനസ്സാക്ഷിയുള്ള ഒരു ഗവൺമെന്റ് ആണെങ്കിൽ ഇവരെ മുന്നോട്ട് വെക്കുന്ന 3 ആവശ്യങ്ങളാണ്. ഒന്ന്, ഓണറേറിയം 10,000 രൂപയാക്കുക. 2, 21,000 രൂപ ഓണററി 21,000 രൂപയാക്കുക. പിരിഞ്ഞു കഴിയുമ്പോൾ 5 ലക്ഷം രൂപ വിരമയ്ക്കൽ ആനുകൂല്യമായി നൽകുക. അതുപോലെ തന്നെ പെൻഷൻ നൽകുക. ഈ 3 ആവശ്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. ഇത് അടിയന്തരമായി മുഖ്യമന്ത്രി തന്നെ ഒരു ചർച്ച വിളിച്ച് ഇതിന് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അല്ലെങ്കിൽ ഈ സമരമായി ഇവർ മുന്നോട്ട് പോകുന്നു. ഈ സമരം ഇവർക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ്. മാത്രമല്ല ഇപ്പോൾ ഇവരെ പലതരത്തിൽ ബുദ്ധിമുട്ടിക്കാനും പ്രയാസപ്പെടുത്താനുമുള്ള നടപടി ആരംഭിക്കുന്നു. ഇവരെ പിരിച്ചുവിടുമെന്നുള്ള ഭീഷണി ഉയർത്തുന്നു. ജോലി ചെയ്യുന്ന സമരം ചെയ്യുന്നവരുടെ കണക്കെടുക്കുന്നു. സർവീസിൽ പിരിച്ചുവിടുമെന്നുള്ള ഭീഷണി ഉയർത്തുന്നു. ഇതൊന്നും ശരിയല്ല. ഇതൊന്നകത്തൊന്നും ഒരു രാഷ്ട്രീയവുമില്ല. ഇവിടെ ആശമാരോട് സർക്കാർ കാട്ടുന്ന അവഗണന അവസാനിപ്പിക്കണം. ഇവരും മനുഷ്യരാണ്. രാഷ്ട്രീയത്തിന് അതീതമായി ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുഖ്യമന്ത്രി തന്നെ അടിയന്തരമായി ചർച്ച വിളിച്ച് ധനകാര്യമന്ത്രിയെയും വീണ ജോർജിനെയും മുഖ്യമന്ത്രി തന്നെ അടിയന്തരമായി ചർച്ച വിളിച്ച് ആശാ വർക്കർമാരുടെ പ്രശ്നം, അവരുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യണം, പരിഹരിക്കണം എന്നാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെടുന്നത്. സമരക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു.